നമസ്കാരം, ഞാൻ ലിയ, ഡാഡീസ് പ്രിൻസസ് മമ്മീസ് ഏഞ്ചൽ, ഭർത്താവിന്റെ പരാതിപ്പെട്ടി, നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി. അതെ, നിങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? രമേശ് ചേട്ടന് ഏറ്റവും ഇഷ്ടം എന്താ? കായ മെഴുക്ക് പുരട്ടി, ചോറ്, കായ എരിശ്ശേരി ഒക്കെ. എനിക്ക് പഴംപൊരി. ഇനിയിപ്പോ ഞാൻ ഇവരോടൊന്നും ചോദിക്കുന്നില്ല, കാരണം ചോദിച്ചാലേ ഷാപ്പിലെ തലക്കറി മുതൽ ഷെഫ് പിള്ളിയുടെ ഗീർവാണം എന്നൊക്കെ ഇവർ ചിലപ്പോൾ പറഞ്ഞു കളയും. പക്ഷേ എൻ്റെ കൂട്ടുകാരനോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവൻ ഒരൊറ്റ ഉത്തരേ പറയാനുള്ളൂ. എന്താണെന്നറിയോ? കല്യാണം. അതെ, അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് മനസമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഐഫോൺ വാങ്ങണമെന്ന് തോന്നുന്ന പോലെയാണ് സിംഗിളായി സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് രണ്ടും കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നിൽ പാതി കരണ്ട ആപ്പിളും മറ്റൊന്നിൽ പാതി കരണ്ട ജീവിതവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. പക്ഷേ ഈ കല്യാണത്തെ ഇത്രയും വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരും അമ്മായിമാരുമാണ്. കാരണം ചെറുപ്പക്കാരായ ആരെ കണ്ടാലും ഇവർക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കല്യാണം ആയില്ലേ, കല്യാണം ആയില്ലേ. എന്തിന്? ISROയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സയന്റിസ്റ്റിനെ കാണിച്ചു കൊടുത്താലും ഇവരാദ്യം ചോദിക്കും, കല്യാണം ഒന്നും ആയില്ലല്ലേ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന്. എന്നാൽ അല്ല, നമ്മളൊക്കെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. എന്തിന്? ഇനിയിപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട് പെണ്ണൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ ഇവർ ചോദിക്കും, ഓ പെണ്ണ് കിട്ടിയല്ലേ. ശ്രദ്ധിക്കണം, കെട്ടിയെന്നല്ല, കിട്ടിയെന്ന്. ഈ കിട്ടാൻ പാടില്ലാത്ത എന്തോ കിട്ടിയെന്നുള്ള ഒരു ചോദ്യം ഇവർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിഞ്ഞവർക്കേ കല്യാണം കഴിയാത്തവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺ വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻകാരെ കാണുമ്പോഴുള്ള ഒരു പുച്ഛവും സഹതാപവും ഒക്കെ ഇല്ലേ, ആ ഒരു എക്സ്പ്രഷനാണ് ഇവർക്ക് കല്യാണം കഴിക്കാത്തവരോട്. ഈ ഒരു ചോദ്യങ്ങളും പരിഹാസങ്ങളൊക്കെ കേട്ട് മടുത്ത് എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവന് വേണ്ടി പെണ്ണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ പെണ്ണന്വേഷിച്ച് നടക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? നാട് മുഴുവൻ കല്ലുണ്ട്, പക്ഷെ നായ വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അതായത് നമ്മൾ പെണ്ണന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 തോറ്റ പെണ്ണിനും IAS കാരനെ മതി, എന്നാൽ ഒളിച്ചോടാനാണെങ്കിൽ ഏത് ബംഗാളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ വക കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അനിയന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അവൻ ഭയങ്കര വിഷമത്തിലാണ്. അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇങ്ങനെയാണ്, പഞ്ചാരയില്ലാത്ത ചായയും പെണ്ണില്ലാത്ത ജീവിതവും കയ്പാണ് എന്ന്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ്, മോനെ പക്ഷെ ഇത് രണ്ടുമാണ് ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറ്റം പറയാൻ 100 നാവാണ് അല്ലേ? ഈ എൻ്റെ ഭർത്താവാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടി ഞാൻ നിന്നെ രാജകുമാരിയെ പോലെ നോക്കും, ഈ ലോകം മുഴുവൻ നിന്റെ കയ്യിൽ തരുമെന്ന്. എന്നിട്ട് എനിക്ക് തന്നതോ 2 മക്കളെ. ഞാൻ ചോദിച്ചപ്പോൾ പറയാ, മക്കളല്ലേടി നമ്മുടെ ലോകമെന്ന്. അത് ശരിയാണല്ലേ? പക്ഷേ ഈ പുള്ളിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലാന്നേ. കാരണം സ്നേഹം ഉണ്ടോയെന്ന് അറിയാനുള്ള ഞാൻ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സ്നേഹം ഉണ്ടോയെന്ന് അറിയാൻ ചോദിക്കുന്ന ഒരു ക്രിഞ്ച് ചോദ്യമുണ്ട്. ഏതാണെന്നറിയോ? ചേട്ടാ ഞാനില്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? ഞാനും ഈ ചോദ്യം പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരം ഇതാണ്, ഇല്ല ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ കാലത്ത് 5 മണിക്ക് എണീക്കും, ഓടാൻ പോവും, അത് കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിടും, ജോലിക്ക് പോവും, തിരിച്ചു വരും, വീട്ടിലെ പണി നോക്കും, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവും, നൈറ്റ് ഷോ സിനിമയ്ക്ക് പോവും, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുമെന്ന്. വലിയൊരു കുഴപ്പമില്ലാത്തൊരു മറുപടിയാണ് അല്ലേ ഇത്? പുള്ളി മാന്യമായിട്ട് ജീവിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലല്ല കാര്യം, അത് പറഞ്ഞ ടൈമിങ്ങിലാണ് കാര്യം. പുള്ളി ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പടപടാന്നാണ് ഈ ഉത്തരവൊക്കെ പറഞ്ഞത്. അതായത് കുറേ കാലമായിട്ട് പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. മനസ്സിലായോ? ഈ പുള്ളിയുടെ ഈ സ്നേഹമില്ലായ്മയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും ഭർത്താവിനെ കുറിച്ച് പറയരുത്, ഞാനൊക്കെ കല്യാണത്തിൻ്റെ അന്നാണ് നിൻ്റെ അച്ഛൻ്റെ മുഖം തന്നെ ഒന്ന് കാണുന്നത് എന്ന്. അപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് ബാക്ക് ചെയ്യുന്ന ഒരു അശരീരി, എടി ഞാനൊക്കെ 3 പെറ്റിട്ടാ നിൻ്റെ അപ്പൂപ്പൻ്റെ മുഖം ഒന്ന് കണ്ടേന്ന്. പക്ഷെ ഞാൻ എൻ്റെ പുള്ളിക്കാരൻ്റെ മുഖം കണ്ടത് എപ്പോഴാണെന്നറിയോ? പെണ്ണ് കാണാൻ വന്നപ്പോൾ. അന്നത്തെ ദിവസം രാത്രി രമേശ് ചേട്ടാ ഞാൻ ഉറങ്ങിയിട്ടില്ല, ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. അല്ലെങ്കിലും പകലുറങ്ങിയ രാത്രി ഉറക്കം വരാൻ ഭയങ്കര പാടാ. ഈ പുള്ളിക്കാരനെ എപ്പോഴും എന്നെക്കാളും ഇഷ്ടം ജോലിയാണ്. പകല് മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്യും, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞിട്ട് അവിടെയും ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? സത്യം പറയൂ, ഇല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു,
നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുക, എനിക്ക് അങ്ങനെ റൊമാൻസ് ഇല്ലാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു കുറച്ച് സമയം തരൂ, റൊമാൻസിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ എന്നാൽ ഞാൻ ജോലിയിൽ നിന്ന് 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന്. 2 മിനിറ്റ് ഉണ്ടാക്കുക ഇതെന്തോന്ന് മാഗി നൂഡിൽസ്. പക്ഷെ നമ്മളെ പുള്ളി അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? റൊമാൻസ് പഠിപ്പിക്കണ്ടേ? അപ്പം ഞാൻ തീരുമാനിച്ചു പുള്ളിയെ റൊമാൻസ് ഒന്ന് പഠിപ്പിച്ചേക്കാം. ഞാൻ ഈ ഷാറൂഖ് ഖാൻ്റെ ഹിന്ദി സിനിമയൊക്കെ അങ്ങ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ദേ നോക്ക് ഷാറൂഖ് ഖാൻ എങ്ങനെയാണ് ഓരോ സിനിമയിലും റൊമാൻസ് ചെയ്യുന്നതെന്നൊന്ന് കണ്ട് പഠിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറയണേ, ഹെഡി കുറേ കാശും തന്ന് കണ്ടവൻ്റെ ഭാര്യയോടൊക്കെ റൊമാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ടെക്നിക്ക് വേണ്ട, നമുക്ക് പുള്ളിയായിട്ടൊന്ന് പുറത്തൊക്കെ പോവാം. ഈ പുറത്തൊക്കെ പോകുമ്പോൾ മനസ്സ് ഫ്രീ ആയിട്ട് റൊമാൻസ് ഒക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോൾ എൻ്റെ മീയേ അത് നടന്നു. പുള്ളി എന്നെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി. ദേ ഇവിടെ കടല്, പുള്ളിയുടെ ഫ്രണ്ടിൽ ഞാൻ. എന്നിട്ട് തോളത്തിങ്ങനെ കൈ വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ആ മൊബൈലിങ് എടുത്തിട്ട്, ഹലോ ഗായ്സ്, ഇതാണ് ഗായ്സ് ചെകുത്താനും കടലിൻ്റെയും നടുക്കുന്ന്. ഇപ്പോൾ ചെകുത്താൻ ഭാര്യ എന്നൊക്കെയാണ് നാട്ടിൽ എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണത്. കുഴപ്പമില്ല, എന്തായാലും ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇതുവരെ നടന്നതൊക്കെ അങ്ങ് മറക്ക്, നമ്മൾ കല്യാണം കഴിച്ചതേ വിട്. നമ്മൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ നമുക്ക് കല്യാണത്തിന് മുമ്പുള്ള പോലെ നിങ്ങൾ പ്രേമിക്കാൻ തുടങ്ങുമെന്ന്. പിറ്റേന്ന് വേണ്ടടാ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ചുമന്ന കണ്ണാടി, മഞ്ഞ ഷർട്ട്, പച്ച പാൻറ്റും ഇട്ടിട്ട് ഡിസ്കോ രവീന്ദ്രൻ്റെ ഫിഗറും പിടിച്ച് നിൽക്കുന്നു പ്രേമിക്കാൻ. ഞാൻ എന്നെ പ്രേമിക്കാൻ പറഞ്ഞപ്പോൾ വല്ല ലേഡീസ് ഹോസ്റ്റലിലെ പെമ്പിള്ളേരെ പ്രേമിക്കാനാണ് പുള്ളി പോയത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ വെറുതെ പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമൊക്കെ ആകുമ്പോൾ റൊമാൻസൊക്കെ ഇത്തിരി കുറയും അല്ലേ? റൊമാൻസും പ്രേമവും ഒക്കെ കുറയും. കാരണം മുമ്പൊക്കെ ഞാൻ വാട്സപ്പിൽ കുട്ട എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചെടുത്ത് ഇപ്പോൾ വരുമ്പോൾ 4 മുട്ട എന്ന് മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. പുള്ളി ഒരു 6 മാസം മുമ്പ് എന്നോട് ഭയങ്കര സ്നേഹം. അതായത് വീട്ടിൽ കയറി വരുന്നു, എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു, എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഭാര്യയോടൊപ്പം. പിറ്റേന്ന് സെൽഫി എടുക്കുന്നു, വീടാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ. അങ്ങനെ കുറേ ദിവസം ഇത് തുടർന്നുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ സ്റ്റാറ്റസ് നോക്കുന്ന വ്യൂവേഴ്സിന് നോക്കിയപ്പോൾ അതിൽ സ്ഥിരം വ്യൂവറായിട്ടൊരു പെണ്ണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പുള്ളി ഈ എഴുതിയ അടിക്കുറിപ്പൊക്കെ എന്നെ സ്നേഹത്തോടെ എഴുതിയതല്ല, ഈ വ്യൂവേഴ്സിന് മനസ്സിലാകാനുള്ള രഹസ്യ കോഡായിരുന്നു അതൊക്കെ. വീട്ടിലാണ്, ഭാര്യയുണ്ട്, വിളിക്കരുത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകളായിരുന്നു അതൊക്കെ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളി നേരത്തെ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലേ റൊമാൻസ് ഇല്ലാന്ന്, അത് പച്ചക്കള്ളമായിരുന്നു. പുള്ളിക്ക് നല്ല റൊമാൻസ് ഉണ്ട്, നല്ല കട്ട റൊമാൻസ്. പക്ഷേ അതൊന്നും എന്നോടല്ല എന്ന് മാത്രം. Once upon a time, once upon a time.